സുമതി വളവിലെ ഒറ്റ നോക്ക് എന്ന് പറഞ്ഞ പാട്ടില്ലേ, ഒറ്റ നോക്ക് കൊണ്ട് ഞാൻ, ആ പാട്ട് കമ്പോസ് ചെയ്തത് സുമതി വളവിൽ ഒരു പാട്ടും കമ്പോസ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പടം ഷൂട്ട് തുടങ്ങാൻ ഒരു പാട്ടോ മറ്റാണ് ആകെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോ പടം ഷൂട്ട് തുടങ്ങുന്ന ദിവസം അപ്പൊ ഞാൻ ഇനിയും തുടങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മുടെ ടീം ആയതുകൊണ്ട് അഭിക്കും വിഷ്ണുവിനും ആർക്കും പരാതിയോ ടെൻഷനോ ഒന്നുമില്ല. നമ്മൾ സമയത്തിന് കൊടുക്കുന്നത് അവര് ഹാപ്പി ആവുന്ന സാധനം ആയിരിക്കും എന്നുള്ളവർ അവർക്ക് അറിയാം. നമുക്ക് പക്ഷെ ഉള്ളില് അവരോടത് കാണിക്കില്ല, പക്ഷെ ഉള്ളിൽ ടെൻഷൻ ഉണ്ട്. ഭഗവാനെ, ഇത് വിചാരിച്ച സമയത്തിന് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ. എന്നാലും ഞാനും ഹരിനാരായണനും കൂടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിലാണ് സൈഡില് പാലക്കാട് എവിടെയായിരുന്നു, ഒരു ഗ്രാമത്തിലായിരുന്നു, വടക്കഞ്ചേരിയുടെ അറ്റത്ത് അതിന്റെ പാരൽ സൈഡിലുള്ള വളരെ ഒരു കുഗ്രാമത്തിലായിരുന്നു ഷൂട്ട്. അപ്പൊ കലിങ്ക് എന്ന് പറയുന്ന സാധനമില്ലേ നമ്മളിരിക്കുന്ന, ആ കലിങ്കിൽ പോയിട്ട് ഞാനും ഹരിനാരായണൻ ചേട്ടനും സന്തോഷ് വർമ്മയുണ്ട്, ഞാനും ഹരിയേട്ടനും കൂടി ഇരുന്നിട്ടാണ് ഞാനൊരു ട്യൂണ് എന്തോ പാടി. നമ്മുടെ ഷഹബാസൊക്കെ ഇതുപോലെ പാടി എങ്ങനെ ഇരിക്കുന്ന ചിന്തിച്ചുകൊണ്ട് വരികൾ എഴുതാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി എഴുതിയതാണ് ഒറ്റ നോക്ക് കൊണ്ട് ഞാൻ തൊട്ട് നിന്ന്, ഒറ്റ വാക്ക് കാത്ത് ഞാൻ മുട്ടി നിന്ന് എന്നാണ് എഴുതിയത്. അപ്പോ അവിടെയാണ് ഇവരുടെയൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അതായത് സന്തോഷ് ചേട്ടൻ അപ്പൊ തന്നെ വന്നിട്ട് ഹരി അങ്ങനെയാണെങ്കിൽ അവിടെ തട്ടിമുട്ടി നിന്ന് നാക്കിക്കൂടെ, അപ്പൊ ഭാസ്കര മാഷിലേക്ക് ഒരു ലൈൻ പോലെ ഫീൽ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തട്ടിമുട്ടി നിന്ന് ആക്കുന്നത്. അപ്പോ ട്യൂണ് വേറെ ആയിരുന്നു. എന്നിട്ട് ഞാൻ കൊണ്ട് വിഷ്ണു ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ. ആ സമയത്ത് വിഷ്ണുനൊക്കെ ആദ്യം പോയിട്ട് പാടി കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊള്ളാം, ഈ സ്ഥലം കുഴപ്പമില്ല, ലിറിക്ക് കൊള്ളാന്ന് പറഞ്ഞു. മനസ്സിലായി, ഇപ്പൊ ട്യൂണ് കൊള്ളില്ല എന്ന് മനസ്സിലായി എനിക്ക്. അപ്പൊ ഞാൻ ഇത് ഓക്കേടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവനൊന്നും പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഈ ലിറിക്ക് തന്നെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ വേറൊരു ട്യൂണാണ് ഇപ്പൊ കേൾക്കുന്ന ട്യൂണ്. ആ ലിറിക്ക് വെച്ചിട്ട് അന്ന് കമ്പോസ് ചെയ്ത യാതൊരു പരിപാടി അതിലില്ല. അപ്പൊ ഹരിയേട്ടൻ എന്നെ കൊണ്ട് പറഞ്ഞു, എടാ ഭയങ്കര ഗംഭീര ഇതായി പോയല്ലോടാ, നീ ഇങ്ങനെ ചെയ്യുന്ന പ്രതീക്ഷയില്ല. അതായത് ഒരു ബന്ധമില്ലാത്ത ഒരു ട്യൂണ് സെയിം ലിറിക്ക് വെച്ചിട്ട് ലിറിക്കിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്യൂണ് വന്നു എന്ന് പറഞ്ഞു ഹരിയേട്ടൻ. ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് ഡബ്സിക്ക് വേണമെങ്കിലും പാടാം, ആർക്ക് വേണമെങ്കിലും പാടാമല്ലോ എന്നാണ് ഹരിനാരായണൻ അന്ന് പറഞ്ഞത്.